ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ലോകത്തെ ആദ്യ ട്രൈഫോൾഡ് ഫോണുമായി ചൈനീസ് ബ്രാൻഡായ ഹുവായി സെപ്റ്റംബർ 10-നാണ് ഇത് പുറത്തിറങ്ങുന്നത്. ടെക് ലോകത്തെ അത്ഭുതപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് ഹുവായി. മേറ്റ് XT എന്നാണ് ഫോണിന് പേര് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 9-ന് നടക്കുന്ന iPhone 16 സീരീസ് ലോഞ്ചിന് തൊട്ടു പിന്നാലെയാണ് ഹുവായി ട്രൈഫോൾഡ് ഫോണിന്റെ വരവ്. സെപ്റ്റംബർ 10-ന് നടക്കുന്ന ഹുവായി ഇവന്റിൽ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കും. ചൈനീസ് സോഷ്യൽ മീഡിയ വൈബോ വഴിയാണ് ഫോണിന്റെ വിവരങ്ങൾ ഹുവായി പുറത്തുവിട്ടത്. 2 തവണ മടക്കാവുന്ന തരത്തിൽ 3 സ്ക്രീനുകളാണ് ഫോണിനുണ്ടാകുക. ഫോണിന്റെ കനം മുൻ ഫോൾഡബിൾ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നാണ് സൂചന. വരാനിരിക്കുന്ന iPhone 16 സീരീസിന് ഹുവായി ട്രൈഫോൾഡ് ഫോൺ ഭീഷണിയാകുമോ എന്നാണ് ടെക് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി 5 പുതിയ ഫീച്ചറുകളുമായി ഗൂഗിൾ. അക്സസബിലിറ്റി മെച്ചപ്പെടുത്തൽ, സംഗീതം, വെബ് പേജ് ലിസണിംഗ്, ഭൂകമ്പ മുന്നറിയിപ്പുകൾ, GPS നാവിഗേഷൻ, വെയർ OS, ഗൂഗിൾ മാപ്സ് എന്നിവയാണ് പുതിയ ഫീച്ചറുകൾ. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി ഗൂഗിൾ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, വെയർ OS പവർ വാച്ചുകൾ എന്നിവയിൽ 5 പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാഴ്ചക്കുറവോ കാഴ്ചയില്ലാത്തവരോ ആയ ഉപയോക്താക്കൾക്ക് സ്ക്രീനിലെ ടെക്സ്റ്റ് വായിക്കാൻ സഹായിക്കുന്ന ഗൂഗിളിന്റെ ഉപകരണമാണ് ടോക്ക്ബാക്ക്. ഇപ്പോൾ ജെമിനി AI ടോക്ക്ബാക്ക് ഡാറ്റകളെ കൂടുതൽ വിശദമായി വിവരിക്കുന്നുവെന്നത് ഫീച്ചറിനെ കൂടുതൽ മികച്ചതാക്കുന്നു. ഗൂഗിളിന്റെ പുതിയ സർക്കിൾ ടു സെർച്ച് ഫീച്ചറിലൂടെ നിങ്ങൾക്ക് ചുറ്റും പ്ലേ ചെയ്യുന്ന പാട്ട് തൽക്ഷണം തിരിച്ചറിയാനും നിങ്ങളുടെ സ്ക്രീനിൽ അതിന്റെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതിനായി ആൻഡ്രോയിഡ് ഉപകരണത്തിലെ ഹോം ബട്ടണോ നാവിഗേഷൻ ബാറോ കുറച്ചു നേരം അമർത്തിയാൽ മാത്രം മതി. ഗൂഗിൾ ക്രോം വെബ് പേജ് ലിസണിംഗ് ആണ് പുതിയതായി വന്ന മറ്റൊരു ഫീച്ചർ. ഇത് വാർത്തകൾ, പാചകക്കുറിപ്പുകൾ എന്നിവ കേൾക്കാനായി സഹായിക്കുന്നു. ഈ ഫീച്ചർ ഏതൊരു വെബ് പേജിനെയും ഒരു ഓഡിയോ അനുഭവമാക്കി മാറ്റുന്നു. ഭൂകമ്പങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഗൂഗിളിന്റെ ഭൂകമ്പ അലർട്ട് സിസ്റ്റം. ഇത് ഭൂകമ്പങ്ങൾക്ക് മുൻപ് ഉപയോക്താക്കൾക്ക് അലർട്ട് നൽകുന്നു. കൂടാതെ മറ്റൊരു ഫീച്ചറാണ് വെയർ OS വാച്ചുകളിൽ ഓഫ്ലൈനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഗൂഗിൾ മാപ്സ്. ഇത് ഉപയോഗിച്ച് ഏതു പുതിയ സ്ഥലത്തും നമുക്ക് സഞ്ചരിക്കാം. കൂടാതെ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ തിരിയുന്നതിനൊപ്പം വാച്ച് ഫേസിൽ ടാപ്പിലൂടെ നിലവിലെ ലൊക്കേഷനുകളെക്കുറിച്ചുള്ള ഡാറ്റകളും ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫോൺ ഉപയോഗിക്കുന്നവരുടെ സംഭാഷണങ്ങൾ അറിയാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകളുമായാണ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങുന്നതെന്ന് മാർക്കറ്റിംഗ് കമ്പനി. പ്രമുഖ കമ്പനികൾക്ക് വേണ്ടിയാണ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഉപയോക്താക്കൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുമായാണ് സ്മാർട്ട് ഫോണുകൾ വരുന്നതെന്ന് മാർക്കറ്റിംഗ് കമ്പനി വ്യക്തമാക്കിയതോടെ ഏറെക്കാലമായി നിലനിന്നിരുന്ന സംശയം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങൾ ശേഖരിക്കാൻ ഫോണിന്റെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നതായി ഗൂഗിളും ഫേസ്ബുക്കും ക്ലയന്റുകളായ സ്ഥാപനമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന കാര്യം മാത്രമല്ല, ഫോണിന്റെ തൊട്ടടുത്തു നിന്ന് പറയുന്ന കാര്യങ്ങൾ വരെ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായാണ് റിപ്പോർട്ട്. ഒരു ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതോ സംസാരിക്കുന്നതോ ആയ വിവരങ്ങൾ നമുക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും നമ്മൾ മാത്രമല്ല അത് കേൾക്കുന്നതെന്നുമാണ് വസ്തുത. കൂടാതെ ഓൺലൈനിൽ പെട്ടെന്ന് ഡാറ്റ ശേഖരിക്കാൻ AI ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇതിലൂടെ ഉപഭോക്താക്കളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നൽകാനും മാർക്കറ്റിംഗ് കമ്പനികൾക്ക് കഴിയുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യത ഇവിടെ ചോദ്യചിഹ്നമാകുകയാണ്. മെറ്റയ്ക്കും ആമസോണിനും മാർക്കറ്റിംഗ് കമ്പനിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. മാർക്കറ്റിംഗ് കമ്പനി ഉപയോക്തൃ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ മെറ്റ തീരുമാനിച്ചിട്ടുണ്ട്. മറുവശത്ത് ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ആമസോൺ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.